പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ അഡ്വഞ്ചർ 390 ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഞാൻ ഓടിക്കുന്ന ബൈക്ക് പോകുന്ന ഡോമിനാറാണ്. അപ്പോൾ ഒരു ഡോമിനാർ യൂസർ എന്ന നിലയിൽ ഈ ബൈക്ക് ഓടിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ഫീൽ വരുന്നതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ എപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ ഡോമിനാറിൽ ഗിയർ ലിവർ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആണ്. ഇത് കുറച്ചും കുട്ടി ഗിയർ ലിവറാണ്. അത് ഫസ്റ്റത്തെ ഒരു കാര്യം. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി എടുത്ത് പറയേണ്ടത് ഹൈറ്റാണ്. നമ്മൾ ഡോമിനാർ കുറച്ചും കൂടെ അങ്ങ് പതിഞ്ഞിരിക്കുന്നതാണ്. ഇത് കുറച്ചും കൂടെ പൊക്കത്തിലിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ കാറിൻ്റെ ടേംസിൽ പറഞ്ഞാൽ അതൊരു സെഡാനും ഇതൊരു SUV ആ ഒരു ടൈപ്പാണ്. ഇതിപ്പോൾ പുതിയൊരു വണ്ടിയാണ്. 350 കിലോമീറ്റേഴ്സ് ഇതുവരായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു എൻജിൻ ബ്രേക്കിംഗ് പീരീഡ് ഉണ്ട്. അതായത് വേറെ ഒന്നുമില്ല, എൻജിൻ ബ്രേക്കിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ സ്പീഡ് ലിമിറ്റ് ആയിരിക്കും നോക്കുന്നത്. ബേസിക്കലി നോക്കേണ്ട RPM ആണ്. ആൻഡ് ഇതിൻ്റെ ഗൈഡിലെ ബ്രോഷറിലും ആൻഡ് പൊതുവേ പറയുന്നത് 5000 RPM താഴെ വെക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ 5000 RPM പറഞ്ഞാൽ ഓൾമോസ്റ്റ് 92 km/h ആണ് എൻ്റെ സ്പീഡ് വരുന്നത്. ഇതിൽ ബേസിക്കലി സെയിം ഡോമിനാറിൻ്റെ എഞ്ചിനാണ്. ഡോമിനാറിൻ്റെ സെയിം 373cc എഞ്ചിനാണ്. ജസ്റ്റ് കുറച്ചും കൂടെ ഒരു ട്യൂണിങ് വ്യത്യാസമുണ്ട്. ഡോമിനാറിൽ 40 bhp ആണ്, ഇതിൽ 2 bhp കൂടെ കൂടുതലാണ്, 42 bhp ആണ്. നമ്പേഴ്സിലോട്ട് പോകുന്നില്ല, എൻ്റെ ഫീൽ വെച്ച് പറഞ്ഞാൽ ഇതിൽ ലോ ആൻഡ് ടോർക്ക് ഇത്തിരി കുറവാണ്. ഡോമിനാറിൽ ആ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡോമിനാറിൽ ലോ ആൻഡ് ഓൾമോസ്റ്റ് RPM റേഞ്ച് കംപ്ലീറ്റ് ടോർക്കുണ്ട്. ഇതിൽ ലോ ആൻഡ് ടോർക്ക് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഹയർ സ്പീഡ് ലോവർ ഗിയറിൽ ഇത്തിരി പാടാണ്. അതുകൊണ്ട് കുറച്ച് RPM കയറ്റിയിട്ട് നമുക്ക് ഗിയർ മാറ്റാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ 2 ബ്രേക്ക് ലീവറും ക്ലച്ച് 2 അഡ്ജസ്റ്റബിൾ ലീവേഴ്സാണ് വരുന്നത്. ഇപ്പോൾ പൊസിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രി പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ 5.11 ആണ്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് എനിക്ക് 2 കാലും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 9 എൻ്റെ കൈ ഉണ്ടല്ലോ, എൻ്റെ കൈ ഇങ്ങനെയാണ്, എൻ്റെ കൈ സ്ട്രെയിറ്റ് വരുന്നത്. ഡോമിനാറിലേക്ക് ഞാൻ ഇത്തിരി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ കുറച്ച് എൻ്റെ കൈ റിലാക്സ്ഡ് ആണ്. ഇവൻ കാല് വരും തീരെ ബാക്കിലോട്ടല്ല, തീരെ ഫ്രണ്ടിലോട്ടും അല്ല. അതായത് 90 ഡിഗ്രി ഒരു ശകലം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാല്. ഡോമിനാർ കുറച്ചും കൂടെ ബാക്കിലോട്ടായിരിക്കും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണെന്ന് പറയാം. സീറ്റ് ഇത്തിരി ഹാർഡർ സൈഡാണ്. സസ്പെൻഷനും ഇപ്പോൾ ഇരിക്കുന്ന ഇത്തിരി ഹാർഡർ സെറ്റപ്പിലാണ് സസ്പെൻഷൻ ഇരിക്കുന്നത്. നമ്മുടെ മോണോഷോക്ക് നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റും, പക്ഷേ ബൈ ഡീഫോൾട്ട് ഇത് ഇത്തിരി സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. എൻജിൻ സൈഡിൽ എനിക്ക് ഫീൽ സംഭവിച്ച ഒരു 2,000 to 3,000 RPM or 4,000 RPM ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ആ ഒരു ബസ് നമുക്കത് ഫീൽ ചെയ്യാം. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് പെഗിലും ഹാൻഡിലൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു 4,000 RPM കഴിയുമ്പോഴേക്കും വൈബ്രേഷൻ ഇഷ്യൂ ഇല്ല, പക്ഷേ അതുവരെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ നല്ല ഫീൽ ചെയ്യും. അതിപ്പോൾ ഡോമിനാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ആ സെയിം ഇഷ്യൂ. ഡോമിനാർ 3,000 to 4,000 RPM അകത്ത് ആ ഒരു വൈബ്രേഷൻ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. അതേപോലത്തെ സിറ്റുവേഷൻ തന്നെ ഒരു 2,000 RPM സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു 4,000 RPM കഴിയുമ്പോഴേക്കും വണ്ടി ഭയങ്കര സ്മൂത്താവും. ഇതാണ് സ്റ്റോക്കായിട്ട് വന്നേക്കുന്ന വൈസറാണ്. നമുക്ക് ഒരു ശകലം 1 സ്റ്റെപ്പ് നമുക്ക് പൊക്കാൻ പറ്റും. അതിന് എൻ്റെ അല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ വെച്ച് ഇച്ചിരി 1 സ്റ്റെപ്പ് പൊക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് വിൻ ബ്ലാസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതേ ഉള്ളൂ, ഭയങ്കരമായിട്ട് വിൻ ബ്ലാസ്റ്റ് ഇല്ല. എന്തായാലും ഈ വണ്ടി എടുക്കുന്നത് നമ്മൾ ലോങ് ടൂറിനാണ്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ഒരു വലിയൊരു വിൻഷീൽഡ് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ. ഇതിൽ റൈഡിങ് മോഡ്സ് ആയിട്ട് 2 മോഡ്സേ ഉള്ളൂ. ഒന്ന് സ്ട്രീറ്റും പിന്നെ ഓഫ് റോഡ് മോഡാകുമ്പോൾ ജസ്റ്റ് ബാക്കിലത്തെ ABS ഓഫ് ആവുന്നേ ഉള്ളൂ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, കോർണറിങ് ABS ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ഒബ്വിയസ്ലി ഉണ്ട്. ഇത് 390 അഡ്വഞ്ചറിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു വേരിയൻ്റ് കൊണ്ടുണ്ട്, റാലി വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ സ്പോക്ക് വീൽസ് ആണ്. ഇത് സ്പോക്ക് വീൽസ് അല്ല, മറ്റേതിനകത്ത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും വരും. ഇതിൽ ആ ഒരു സംഭവം കൂടെ ഇല്ല. ഇനി ഇതിൻ്റെ താഴെ ഒരു വേരിയൻ്റ് 390X. അത് ഇതായിട്ട് വരുന്ന മെയിൻ ഡിഫറൻസ് വെച്ചാൽ TFT ഡിസ്പ്ലേ ഇല്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഈ സ്വിച്ചസ് ഒന്നുമില്ല. ആക്ച്വലി നമ്മൾ 390 അഡ്വഞ്ചറിൻ്റെ റാലി എഡിഷനായിരുന്നു എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ അത് സ്പോക്ക് വീൽസാണ്. സ്പോക്ക് വീൽസ് ആകുമ്പം അതിൻ്റെ ഒരു പ്രശ്നം ട്യൂബ്ഡ് വീൽസാണ്. നമ്മൾ ലോങ് പോകുന്ന സമയത്ത് പഞ്ചറായി കഴിഞ്ഞ് ട്യൂബ് വീൽസ് ആണെങ്കിൽ നല്ല പണിയാണ്. ഇളക്കി എടുത്ത് ലിറ്ററലി ടയർ ഇളക്കി ട്യൂബ് പുറത്തോടെടുത്ത് പഞ്ചർ ഒട്ടിക്കണം. അത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. ട്യൂബ്ലെസ് ആകുമ്പോൾ ആ ഒരു മെനക്കേടില്ല. പിന്നെ ഈ ബൈക്കായിട്ട് നമ്മൾ ഹാർഡ് കോർ ഓഫ് റോഡിങ് പോകാനൊന്നും പ്ലാനില്ല. നമ്മുടെ മെയിൻ പ്ലാൻ ടൂറിംഗ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ ഇരിക്കും ഡോമിനാറും നമ്മുടെ 390യും. അപ്പോൾ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിഫർ ട്യൂബ്ലെസ് ടയർസാണ്.
കൈ കൊടുത്താൽ നല്ല പവറുണ്ട് ഇതിന്. പക്ഷേ ഉണ്ട് ഇത് ഒബ്വിയസ്ലി 390 എന്ന് പറഞ്ഞാൽ പവർ ഉള്ള സാധനമാണല്ലോ. പക്ഷെ നമുക്കിപ്പോൾ ലിമിറ്റ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം നമുക്കൊന്നും കൈ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു 1000-1500 കിലോമീറ്ററാണ് എൻജിൻ ബ്രേക്കിംഗ് പീരീഡ്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇച്ചിരി കൺട്രോൾ ചെയ്ത് നല്ല രീതിക്ക് നല്ല സ്വീറ്റായിട്ട് വണ്ടി ഓടിക്കണം. പിന്നെ ഡിസ്പ്ലേയിലോട്ട് പോകുകയാണെങ്കിൽ ഇത് മെയിൻ ഡിസ്പ്ലേ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ട്രിപ്പ് 1, ട്രിപ്പ് 2, ബാറ്ററി വോൾട്ടേജ്, ഫ്യൂൽ റേഞ്ച്, ഫോൺ സിഗ്നൽസ് ആണ്. നമ്മൾ കൂടുതൽ ഇതിലോട്ട് പോകുകയാണെങ്കിൽ മൈ KTM റൈഡ്. ഈ ഒരു മൈ KTM റൈഡ് ഒരു ആപ്പുണ്ട്. അത് പൈസ എടുത്ത് വാങ്ങണം. ആ ആപ്പ് ഉള്ളപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ ഡേറ്റാസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഫോൺ ഇതിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഇൻ്റർകോം ഉണ്ടെങ്കിൽ നമ്മൾ പാട്ടിടുമ്പോൾ ഏത് പാട്ടാണ് പ്ലേ ചെയ്യുന്നത്, പിന്നെ അതുപോലെ ആരൊക്കെ കോൾ വിളിക്കുന്നത്, കോൾ വിളിക്കുമ്പോഴേക്കും ആ കോളർ ഡയലോഗ് ഇതിൽ കാണിക്കും. ആളുടെ പേര്, ആളുടെ നമ്പർ സൈസ് ഇവിടെ കാണിക്കും. പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻസും ഉണ്ട്. പിന്നെ അടുത്തൊരു തന്നെ ട്രിപ്പ് ആൻഡ് ഡേറ്റ. ഇതിൻ്റെ അകത്ത് 2 ട്രിപ്പ് മീറ്ററാണ്. അതായത് ട്രിപ്പ് 1 എടുക്കാൻ, അതായത് നമ്മൾ ട്രിപ്പ് 1 ഓടിയ കിലോമീറ്റേഴ്സ്, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, ആവറേജ് സ്പീഡ്, ട്രിപ്പിൻ്റെ ടൈം, ഫ്യൂൽ റേഞ്ച്, ആ ഒരു ട്രിപ്പിൽ ഫ്യൂൽ റേഞ്ച്, അങ്ങനെ ഇതൊക്കെ കാണിക്കും. അതാണ് നമ്മൾ 2 ട്രിപ്പ് മീറ്ററിൻ്റെ ഇതുള്ളത്. പിന്നെ വരുന്നത് റൈഡിങ് മോഡ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സ്ട്രീറ്റ് ഉണ്ട്, ഓഫ് റോഡ്. ഈ 2 റൈഡിങ് മോഡ്സാണ് ഉള്ളത്. പിന്നെ മോട്ടോർ സൈക്കിൾ ഉണ്ട് ടാബ്. ഇതിൻ്റെ അകത്ത് മോട്ടോർ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ, ഓൺ ചെയ്യാൻ പറ്റും. ABS അതുള്ളൂ, റോഡ് വേണോ ഓഫ് റോഡ്, അങ്ങനെ ബാക്കിലത്തെ ABS ഓഫ് ആവും. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല നോക്കിയെന്ന്, പക്ഷേ അത്ര സ്മൂത്ത് അല്ല. ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ക്വിക്ക് ഷിഫ്റ്റ് അത്ര സ്മൂത്തായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ബേസിക് സെറ്റിങ്സ്. ആ സെറ്റിങ്സ് എനിക്ക് ഒന്ന് നമുക്ക് വണ്ടി നിർത്തേണ്ടി വരും, സെറ്റിങ്സ് നമുക്ക് എടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഇത്രയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിലുള്ള. ഈ ഡിസ്പ്ലേ ആക്ച്വലി നല്ലൊരു TFT ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ക്വിക്ക് ഷിഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ അത്രത്തോളം സ്മൂത്ത് അല്ല. ഇല്ല 2 ക്വിക്ക് ഷിഫ്റ്ററും ഓട്ടോ ബ്ലിപ്പറും 2 ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അത്രത്തോളം സ്മൂത്ത് അല്ല. കണ്ടോ, അതൊരു ജോക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഞാനിപ്പോൾ ത്രോട്ടിൽ കട്ട് ചെയ്യുന്നില്ല. ത്രോട്ടിൽ കട്ട് ചെയ്താണ് ഗിയർ മാറ്റുന്നത്. പക്ഷേ ആ ഒരു ജോക്ക് നമുക്ക് ഫീൽ ആവും. കണ്ടോ, അത് എത്രത്തോളം ഗോപ്രോയിൽ വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇത്തിരി ഹാർഡാണ് ക്വിക്ക് ഷിഫ്റ്ററിൽ യൂസ് ചെയ്യുമ്പോഴേക്ക്. എന്നുവെച്ചാൽ അതിന് മടിയായിരിക്കുന്ന പോലെയാണ് ഈ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ. ഇനി പ്രോപ്പർ റിവ്യൂ ആയിട്ടുള്ളവർ നമുക്ക് പറയണം, കുറച്ച് നാൾ കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് കുറേ ഓടിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇല്ലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ്, പിന്നെ ഇതിൻ്റെ TFT ഡിസ്പ്ലേ ആണ്, പിന്നെ എൻജിൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു 4000 RPM ശേഷമുള്ള പവറും ടോർക്കും നല്ലതാണ്. നെഗറ്റീവ് സൈഡിലെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് എനിക്ക് പറയാനുള്ള ഒരു എൻജിൻ വൈബ്രേഷൻ്റെ കാര്യമാണ്. അതായത് 2000 RPM ശേഷം വരുന്ന ചെറിയൊരു ബസ്സുണ്ട്. അത് ചില സമയത്ത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ്. പിന്നെ എനിക്ക് സസ്പെൻഷൻ സ്റ്റോക്കായിട്ട് എനിക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കുക എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മിറേഴ്സാണ്. ലിറ്ററലി യൂസ്ലെസ് മിറേഴ്സാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോമിനാർ ഇപ്പോഴത്തെ വരുന്ന 390 ഡോമിനാർ പോലത്തെ മിററാണ്. ആ ടൈപ്പ് മിററാണ്, പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇത് ആ വൈബ്രേഷൻ കാരണം ഒന്നും കാണാനും പറ്റത്തില്ല എന്ന് മാത്രമല്ല, നല്ല ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ 12 വോൾട്ടിൻ്റെ ഈ ഒരു ഇതാണ് ചാർജിങ്, ഇത് ഓപ്ഷനാണ് വരുന്നത്. പക്ഷേ പകരം എനിക്ക് ഫീൽ ചെയ്ത് ഡോമിനാറിലുള്ള പോലെ ആ ഒരു USB ചാർജിങ് പോർട്ടാക്കിയും കൊള്ളായിരുന്നു. അങ്ങനെ നിനക്ക് ഫീൽ ചെയ്ത മീൻസ് ആ വണ്ടി കുറച്ചുകൂടെ ചെറുതായ പോലെ. ഡോമിനാറിൽ നിന്ന് എനിക്ക് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് ഈ വണ്ടി ചെറുതായിട്ടാണ് ഫീൽ ചെയ്തത്. അല്ല, സീരിയസ്ലി പറഞ്ഞുതരാം. ഞാൻ ഹൈറ്റ് വെച്ചല്ല പറയണേ. ഇരിക്കുന്ന സൈഡിൽ നിന്ന് എനിക്ക് ടാങ്ക് ചെറുതായിട്ട്, ഈ ഹാൻഡിലൊക്കെ എൻ്റെ അടുത്തോട്ടിരിക്കുന്ന ഫീല്. മറ്റൊരു ഇത്തിരി ദൂരത്തോട്ടിരിപ്പുണ്ട്. പക്ഷേ ഹൈറ്റ് വൈസ് ഇതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കളർ അധികം ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഉണ്ട്. നമ്മൾ ആദ്യം അതാണ് എടുക്കായിരുന്നു. പക്ഷേ ആ ഒരു കളർ ഔട്ട് ഓഫ് സ്റ്റോക്കായി. പിന്നെ പുതിയ 390 നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. അത് കാരണം പുതിയ 390 ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു 390 എടുത്തത്. വേറെ കാര്യം, എനിക്ക് ഡിസൈനിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഈ വൃത്തിയായിട്ട് എക്സോസ്റ്റാണ്. എന്നുവെച്ചാൽ എക്സോസ്റ്റ് സൗണ്ടിൻ്റെ കാര്യമല്ല പറയുന്നത്, ഡിസൈൻ്റെ കാര്യമാണ്. കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കി എക്സോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ. ഇതിപ്പോൾ എക്സോസ്റ്റ് വരുമ്പോൾ അത് മറ്റേ നമ്മളെ കള്ളിൻ്റെ ഒരു ക്യാൻ അറിയാമല്ലോ, അതുപോലെയുണ്ട്. കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എടുക്കുക എക്സോസ്റ്റ് ഡിസൈൻ ചെയ്യുമായിരുന്നു. അപ്പം അതിത്രയാണ് എൻ്റെ 390 അഡ്വഞ്ചറിൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ. ഇനി നമുക്ക് ഡോമിനാറിലിരുന്ന് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതന്നെയാണ് എനിക്ക് ഡോമിനാറിൽ തിരിച്ചു വരുമ്പോഴേക്ക്
എനിക്ക് മെയിനായിട്ട് ഇവിടെ വലിയൊരു ടാങ്ക് ഇരിക്കുന്നത്, അതാണ് എനിക്ക് വരുന്നൊരു ഫീൽ, എനിക്ക് വന്നൊരു മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. പിന്നെ വണ്ടിക്ക് അകത്തിരിക്കുന്നൊരു ഫീലുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ടോർക്ക് തിരിച്ച് കിട്ടിയ ഫീലുണ്ട്. ടോർക്കിന് പുറകെ നമ്മളങ്ങനെ പോകുന്നത്, നമ്മൾ മെയിൻലി ടൂറിങ് ആയിട്ട് നമ്മൾ ടോർക്കും പവറും നോക്കുന്നത് ഭയങ്കര നോക്കത്തില്ല ഞാൻ പറയുന്നില്ല, നോക്കും, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടൊന്നും നോക്കത്തില്ല. ഇപ്പോൾ എനിക്ക് ആ ബൈക്കിന് ആ ടോർക്ക് വെച്ചാൽ എനിക്ക് ഇഷ്യൂ ഇല്ല. പിന്നെ ആ ടോർക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ലോ ഇൻ ടോർക്കാണ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അത് ഇത്രയായിരുന്നു ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ. ഒരു ഡോമിനാർ യൂസർ എന്ന നിലയിൽ 390 അഡ്മിച്ചർ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫസ്റ്റ് ഇംപ്രഷൻസ്. അപ്പം ഞാൻ നിങ്ങളെൻ്റെ അടുത്ത വ്ളോഗിൽ കാണാം. ഇതുവരെ ബൈ, ടേക്ക് കെയർ.